ഹലോ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ബയോളജി ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും നമുക്കൊന്ന് പഠിച്ചു പോവാം. ഈ ക്ലാസ് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇനി വരുന്ന PSC എക്സാമിൽ നിന്നും ഒരു മാർക്ക് എന്തായാലും കിട്ടാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് അവസാനം വരെ കാണുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തിരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകളാവാം. ആൻസർ A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് എന്നറിയപ്പെടുന്നത്. അതല്ലെങ്കിൽ സ്വീകർത്താവ് അറിയപ്പെടുന്നത് AB ആണ്. O അറിയപ്പെടുന്നതാണ് യൂണിവേഴ്സൽ ഡോണർ അല്ലെങ്കിൽ ദാതാവ്. അതായത് ABക്ക് ആരുടേന്ന് വേണമെങ്കിൽ രക്തം വാങ്ങാം, പക്ഷേ ABക്ക് കൊടുക്കാൻ പറ്റുന്നത് ABക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ആരുടേന്ന് വേണമെങ്കിൽ വാങ്ങാം. Oക്ക് ആണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ Oൻ്റേന്ന് മാത്രമാണ് വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ABക്ക് ഒരു അപകടം പറ്റിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ A രക്തഗ്രൂപ്പുള്ള ആളുടെ നിന്ന് വാങ്ങാം, കാരണം ഇതിൽ A ഉണ്ട്. B രക്തഗ്രൂപ്പുള്ള ആളുടെ നിന്ന് വാങ്ങാം, കാരണം ഇതിൽ B ഉണ്ട്. പിന്നെ Oക്ക് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം, അപ്പോൾ Oൻ്റെ നിന്നും വാങ്ങാം. അതുകൊണ്ട് സ്വീകർത്താവ് എല്ലാവരുടെ നിന്നും വാങ്ങാം, പക്ഷേ ABക്ക് കൊടുക്കാൻ പറ്റുന്നത് ABക്ക് മാത്രം. ഇനിയിപ്പോൾ എന്താ പറയുക, Aക്ക് ഒരു അപകടം പറ്റിയെന്ന് വിചാരിക്കാം. അപ്പോൾ ABയുടെ നിന്ന് കൊടുക്കാൻ പറ്റില്ല, കാരണം എന്താ, ABയുടെയിലും B എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി Bക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ ABയുടെ നിന്ന് കൊടുക്കാൻ പറ്റില്ല, കാരണം എന്താ, അതിൽ A ഉണ്ട്. അപ്പോൾ ക്ലോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരിക ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് വന്നത് A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണമാണ്. 2025 ഫെബ്രുവരി 4 തുടങ്ങിയൊരു പദ്ധതി ആണ്, ക്യാമ്പയിനാണ്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ഇതാണ് ക്യാമ്പയിൻ്റെ മുഴുവൻ പേര്. അവരിത് തരാനത് ഇത് തന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ക്യാൻസറാണ്. അതുകൊണ്ട് ആരോഗ്യം ആനന്ദം ഉള്ള ക്യാമ്പയിന് ക്യാൻസർ ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ടത് 2025 ഫെബ്രുവരി 4 ആരംഭിച്ചു. ഫെബ്രുവരി 4 ക്യാൻസർ ഡേ. ക്യാൻസർ ഡേ ഫെബ്രുവരി 4. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം ഏത്? ആൻസർ മൈറ്റോകോൺട്രിയ ആണ്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പവർ ഹൗസ് ഓഫ് ദ സെല്ല് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ ആണ്. ഊർജ സംഭരണം, നിർമ്മാണം അതൊക്കെ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. പിന്നെ ഈ കോശ ശ്വസനം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിന് കോശശ്വസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശത്തിൽ വെച്ചിട്ട് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശശ്വസനം എന്ന് പറയുന്നത്. ഇത് 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. സ്റ്റെപ്പ് 1 ആണ് ഗ്ലൈക്കോളിസിസ്, രണ്ടാമത് ക്രബ്സ് സൈക്കിൾ. ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിൽ വെച്ചിട്ട് നടക്കും. കോശദ്രവ്യം ക്രബ്സ് സൈക്കിൾ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടും നടക്കും. ഗ്ലൈക്കോളിസിസ് വഴി കിട്ടുന്ന ATP 2 ATP ആണ്. ക്രബ്സ് സൈക്കിൾ വഴി 28 ATP കിട്ടും. ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമില്ല, പക്ഷേ ക്രബ്സ് സൈക്കിളിന് ഓക്സിജൻ ആവശ്യമുണ്ട്.
ഇത് എനിക്ക് ഏത് നേരം തെറ്റണോണ്ട് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് ക്രബ്സ് സൈക്കിളാണ്. സൈക്കിള് കുറേ നേരം ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിതയ്ക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ സൈക്കിൾ ഓടിച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ എന്തായാലും ആവശ്യമുണ്ട്. അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മറ്റേതിൽ ഓക്സിജൻ ഇല്ല എന്ന് പഠിക്കാം. ഓക്കെ. എംഫിസീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്ത്? സിഗരറ്റ് സ്മോക്കിംഗ് ആണ് എംഫിസീമയ്ക്ക് കാരണം. അത് എംഫിസീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുറകളുടെ ഇലാസ്തികത കുറഞ്ഞിട്ട് വായുറ പൊട്ടുന്ന ഒരവസ്ഥയാണ് ഈ എംഫിസീമ എന്ന് പറയുന്നത്. വേറെ ശ്വാസകോശ രോഗങ്ങളാണ് ഈ പുകവലി കാരണം ഉണ്ടാകുന്നത്. ബ്രോങ്കൈറ്റിസ് അത് ശ്വാസകോശ വീക്കമാണ് ബ്രോങ്കൈറ്റിസ്. പിന്നെ ശ്വാസകോശ ക്യാൻസറുണ്ട്. പെല്ലാഗ്ര ഏത് ജീവിതത്തിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? ഏതാണ്? വിറ്റാമിൻ B3. ഈ പെല്ലാഗ്രയാണ് 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നതും പെല്ലാഗ്ര. വിറ്റാമിൻ B3യുടെ ശാസ്ത്രീയ നാമമാണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവി. നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. വിറ്റാമിൻ B12ൻ്റെ അപര്യാപ്തത കാരണം പെർനീഷ്യസ് അനീമിയ. ഈ കോബാൾട്ട് എന്ന മൂലകം അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B12. വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലം രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥ, അതാണ് ഹീമോഫീലിയ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം എന്തുണ്ടാവും? നിശാന്തത ഉണ്ടാവും. B1. വിറ്റാമിൻ B1 ആണെങ്കിൽ ബെറി. പിന്നെ ഡി ആണെങ്കിൽ ഡിയുടെ അപര്യാപ്തത മൂലം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നറിയപ്പെടുന്ന രോഗം. ഇ ആണെങ്കിൽ വിറ്റാമിൻ ഇയുടെ ആണെങ്കിൽ വന്ധ്യത. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. ശരിയായത്. മന്ദരോഗത്തിൻ്റെ രോഗകാരികളാണ് ബുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി എന്ന് പറയുന്ന വിരകം. ശരിയാണ്. മന്ദരോഗം പരത്തുന്നത് എനോഫിലസ് വിഭാഗത്തിൽപ്പെട്ട പെൺകുതകളാണ്. അല്ല, എനോഫിലസ് അല്ല, അത് ക്യൂലക്സ് ആണ്. അപ്പോൾ എനിക്ക് ഇതും തെറ്റാറുണ്ട്. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്യൂവിലെ വരിയിൽ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ കാലൊക്കെ വീർത്ത് മന്ത് പോലെയാവും. ക്യൂവിൽ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ കാലൊക്കെ വീർത്ത് മന്ത് പോലെയാവും. പിന്നെ ഈ രോഗങ്ങളൊക്കെ പരത്തുന്നത് പെൺകൊതുക. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. പിന്നെ ക്യൂവിൽ അധികം നേരം നിന്നാൽ മന്ത് വരും. അപ്പോൾ ക്യൂലക്സ് ആണ് മന്ത് പരത്തുന്നത്. പ്രായപൂർത്തിയായ മന്ത് വിരകൾ ലസിക വ്യവസ്ഥയിൽ ആണ് വസിക്കുന്നത്. അതും ശരിയാണ്. ഇതിപ്പോൾ തെറ്റാണ് കേട്ടോ. ജനിതക വൈകല്യമാണ് മന്ദരോഗത്തിൻ്റെ പ്രധാന കാരണം. അത് തെറ്റാണ്, ജനിതകമല്ല. ഇതൊരു പ്രോട്ടോസോവ ഡിസീസാണ്. അതുപോലെ കൊതുക് വഴിയാണ് അത് പകരുന്നത്. അപ്പോൾ അത് ജനിതക വൈകല്യം അല്ല. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ്. അപ്പോൾ 1, 3 ശരിയാണ്. നിങ്ങളുടെ ഉത്തരമാണ് വരിക. ഇനി CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ. ഇതെല്ലാം ഉത്തരമാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കണം. ജീൻ തെറാപ്പി കാർഷിക വിളകളുടെ മെയ്യപ്പെടുത്തലല്ല, അത് മെച്ചപ്പെടുത്തലാണ്. പിന്നെ ഘോരചികിത്സയല്ല, രോഗചികിത്സ. ഓക്കെ. പിന്നെ ഇത് 10th പുതിയ SCERTയിലെ ഒരു ബോക്സിൽ നിന്ന് വന്ന ചോദ്യമാണ്. പണ്ടൊക്കെ നമ്മൾ ജീൻ തെറാപ്പി മാത്രമാണ് പഠിച്ചിരുന്നത്, എന്നാൽ ഇത് മൊത്തം ഉണ്ട്. ഇനി അതിൽ തന്നെ ഉള്ളതാണ് 2020 ഈ CRISPR-Cas9 സാങ്കേതികവിദ്യ വികസിപ്പിച്ചതിന് എഡ്വേർഡ് കാർപെൻറ്റിയറിനും എമ്മാനുവൽ കാർപെൻറ്റിയറും പിന്നെ എന്താണ് ജെന്നിഫർ എഡൌഡനയ്ക്കും കെമിസ്ട്രി നോബൽ കിട്ടിയിട്ടുണ്ട്. ജെന്നിഫർ എഡൌഡനയ്ക്കും 2020 കെമിസ്ട്രി നോബൽ CRISPR-Cas9 കണ്ടെത്തിയതിന്. പിന്നെ ശരിയായ വാക്സിനും അസുഖത്തിൻ്റെയും ജോഡി. BCG ഹെപ്പറ്റൈറ്റിസ് അല്ല. BCGയുടെ ഫുൾ ഫോമാണ് ബാസിലസ്
ബാസിലസ് കാൽമൈറ്റ് ഗുറിൻ എന്ന് പറയുന്നതാണ് BCGയുടെ ഫുൾ ഫോം. BCG എന്തിനുള്ളതാണ്? ക്ഷയത്തിനുള്ള വാക്സിനാണ് BCG എന്ന് പറയുന്നത്. MR ഇത് റോട്ടോ വൈറസ് അല്ല. എന്തിനാണ്? മീസിൽസിനാണ് ഉള്ളത്. മീസിൽസും. R ഉള്ളത് എന്തിനാണ്? റുബെല്ലയ്ക്കും. റുബെല്ല. പിന്നെ ഏതാണ്? PCV എന്താണ്? അത് ക്ഷയത്തിനല്ല, ക്ഷയത്തിന് BCG. PCVയുടെ ഫുൾ ഫോമാണ് ന്യൂമോ കോക്കൽ കൺജുഗേറ്റ്. അപ്പോൾ ന്യൂമോന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും. അത് ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിനാണ് ഈ PCV എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് OPV പോളിയോ. BCG ക്ഷയത്തിന്, MR മീസിൽസ് റുബെല്ല, പിന്നെ ഏതാണ്? PCV ന്യൂമോ കോക്കൽ കൺജുഗേറ്റ് ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിൻ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC. ഓസോൺ പാളി അടങ്ങിയിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ ഡി. നേരത്തെ പറഞ്ഞതാ, റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്നറിയപ്പെടുന്നത്. പെലാഗ്ര എന്തിൻ്റെയായിരുന്നു? വിറ്റാമിൻ B3. സ്കർവി വിറ്റാമിൻ സിയുടെ. പിന്നെ ഓസ്റ്റിയോപോറോസിസും ഈ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസലായിരുന്നു. വിറ്റാമിൻ എയുടെ നിശാന്തത അല്ലെങ്കിൽ സെറോഫ്താൽമിയ. B1 ബെറി. C സ്കർവി. D റിക്കറ്റ്സ്. E വന്ധ്യത. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം. നമ്മൾ തുടക്കത്തിൽ പഠിച്ച ആരോഗ്യം ആനന്ദം അതെന്തിൻ്റെ ആയിരുന്നു? അത് ക്യാൻസറിൻ്റെ ആയിരുന്നു. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. അങ്ങനെ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല. അതിന്ന് ആരംഭിച്ച 2025 ഫെബ്രുവരി 4 ആരംഭിച്ചു. ഫെബ്രുവരി 4 ആണ് ക്യാൻസർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെ കുറിച്ചുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അത് ശരിയാണ്. ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. അത് തെറ്റാണ്. ഈ അനൈച്ഛിക പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റ. നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ കാക്കാൻ സഹായിക്കുന്നു. അതും തെറ്റാണ്. അതിൻ്റെ ആൻസർ വരിക സെറിബെല്ലം ആണ്. പിന്നെ ചിന്ത, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഭാഷ, തീരുമാനങ്ങൾ എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് സെറിബ്രം. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 4ഉം. ഇതാണ് ആൻസർ. പിന്നെ മദ്യം ബാധിക്കുന്ന ഭാഗം, തലച്ചോറിലെ ഭാഗമാണ് സെറിബെല്ലം. അതിലും രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെറിബെല്ലാണ്. ഇതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ്. പിന്നെ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണോ? പ്രമേഹം വരും. ഇൻസുലിൻ്റെ കുറവ് അല്ലെങ്കിൽ പ്രവർത്തന തകരാറ് മൂലം പ്രമേഹം വരും. പിന്നെ ഫാറ്റി ലിവർ വരും. അത് ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് രോഗം വരാം. പിന്നെ അമിത രക്തസമ്മർദ്ദം വരും. ഉപ്പിൻ്റെയും കൊഴുപ്പിൻ്റെയൊക്കെ ഉപയോഗം കാരണം രക്തസമ്മർദ്ദം വരും. പിന്നെ ഏതൊക്കെയാണ് രോഗങ്ങൾ? പക്ഷാഘാതം വരും. പക്ഷാഘാതം ഇങ്ങനെ ഉണ്ടാകുന്നത് മസ്തിഷ്കത്തിലെ രക്തക്കുഴൽ പൊട്ടുന്നത് മൂലമാണ് പക്ഷാഘാതം ഉണ്ടാകുന്നത്. പിന്നെ ഹൃദയാഘാതവും സംഭവിക്കാം. അതും ജീവിതശൈലി രോഗമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനിയിൽ കൊഴുപ്പടിഞ്ഞിട്ടാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത്.
അപ്പോൾ പ്രമേഹം, ഫാറ്റി ലിവർ, രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഹൃദയാഘാതം ഇതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏതാണ്? 36 ഇത് എ ആണ്. HPV ആണ് 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കൊടുക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് ആരോഗ്യം ആനന്ദം എന്ന് പറയുന്നത് എന്താ പറയുക, ക്യാൻസർ ബോധവൽക്കരണത്തിനുള്ള ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ പദ്ധതിയാണ്. അത് ആരംഭിച്ചത് 2025 ഫെബ്രുവരി 4-ന്. ഫെബ്രുവരി 4 ആണ് ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ ഇതെല്ലാതും വരും. ABCD. ക്രിപ്റ്റോ ഗ്ലാനിസ് ഷാജി, ഹൊറാഗ്ലാനിസ് അബ്ദുൽ കലാമി, പാൻജിയോ ബുജിയ, എനിഗ്മ ചന്ന കൊല്ലം. ഇതെല്ലാം എന്താണ് വംശനാശ ഭീഷണി നേരിടുന്ന ഭൂഗർഭ മീനുകളാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണോ? അത് ഇൻസുലിനും ഗ്ലൂക്കഗോണും ആണ്. ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കാനുള്ള ഹോർമോൺസാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇതാരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പാൻക്രിയാസ്. പിന്നെ ഓക്സിറ്റോസിനും വാസോപ്രസിനും അത് ആരാണ്? അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. എന്താ ഓക്സിറ്റോസിൻ്റെ ധർമ്മം? പ്രസവം സുഗമമാക്കാനും അതുപോലെ മുലപ്പാൽ ചുരുത്താനും സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ. വാസോപ്രസിനോ? അത് വൃക്കയിൽ നിന്നും ജലത്തിൻ്റെ പുനരാകിരണത്തിന്. വാസോപ്രസിൻ. പിന്നെ അഡ്രിനാൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും, അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി. പിന്നെ പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളാസ്ട്രം. അപ്പോൾ പ്രസവശേഷം ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലിൻ്റെ പേര് കൊളാസ്ട്രം. കൊളാസ്ട്രത്തിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഏതാണ്? IgA ആണ്. 5 തരം ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ആണുള്ളത്. IgA, IgG, IgE, IgM, IgD അങ്ങനെ 5 ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ഉണ്ട്. ഇതിൽ മാതാവിൽ നിന്നും പ്ലാസൻ്റയിലൂടെ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധശേഷി നൽകുന്നതാണ് IgG. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് ജി അമ്മയിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ പ്രതിരോധശേഷി കൊടുക്കുന്ന ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജി, മാതാജി. ഓക്കെ. ഈ മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. അതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? വിറയലോട് കൂടിയ പനിക്ക് കാരണം ഹീമോസോയിലാണ് പ്രധാന കാരണം. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? എലീസ ടെസ്റ്റ് HIV ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ HIV കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട്. HIV കണ്ടെത്താനാണ്. അതുപോലെ റാപ്പിഡ് PCR എന്ന് പറയുന്ന ടെസ്റ്റും HIV കണ്ടെത്താനുള്ളതാണ്. അതുപോലെ നേവ ടെസ്റ്റ് HIV കണ്ടെത്താനുള്ളതാണ്. ഇനി വൈഡൽ ടെസ്റ്റ് എന്തിനാണ്? ടൈഫോയിഡിനാണ്. ടൈഫോയിഡ്. പിന്നെ ബയോപ്സി ക്യാൻസറിന്. പാപ്പ് ടെസ്റ്റ് അത് ഗർഭാശയമുഖ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ളതാണ്. പാപ്പ് ടെസ്റ്റ് ഗർഭാശയമുഖ ടെസ്റ്റ്. പിന്നെ ഒരു പ്രധാന ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. അതിനുള്ളതാണ് വർണ്ണാന്തത. അടുത്ത ക്വസ്റ്റ്യൻ. പെലാഗ്ര ഇത് ജീവിതത്തിൻ്റെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗമാണ്. ഞാൻ പറഞ്ഞു ഏതാണ്? B1ൻ്റെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗം ബെറി. പിന്നെ B2 അറിയപ്പെടുന്നതാണ് വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് B2. അതുപോലെ B7 അറിയപ്പെടുന്നതാണ് വിറ്റാമിൻ H. പിന്നെ എയുടെ അപര്യാപ്തത കാരണം നിശാന്തതയും
എക്സറോഫ്താൽമിയും ഉണ്ടാകും. B1 ആണെങ്കിൽ ബെറി, C ആണെങ്കിൽ സ്കർവി നാവികരുടെ പ്ലേഗ്, D ആണെങ്കിൽ റിക്കറ്റ്സ് അതല്ലെങ്കിൽ കണ, E ആണെങ്കിൽ വന്ധ്യത, K ആണെങ്കിൽ ഹീമോഫീലിയ. ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും ട്രോപ്പോസ്ഫിയറിലാണ്. അത് തന്നെ തെറ്റാണ്. ട്രോപ്പോസ്ഫിയറിലല്ല, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ശരിയാണ്. സൂര്യൻ്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്നും ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. അതും ശരിയാണ്. അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓസോൺ പാളി അവിടെ ഉള്ളത് തന്നെ. അപ്പോൾ അത് രണ്ടും ശരിയാണ്. അപ്പോൾ 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. രോഗങ്ങളും അവിടെ രോഗാണുക്കളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോട്ടോസോവ ഒരു മലമ്പനിയാണ്. അതെ, നോക്കിയതാണ്. ബാക്ടീരിയ ക്ഷയം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണ്. ഇത് ശരിയാണ്. വൈറസ് എന്ന് പറയുന്നത് ന്യൂമോണിയ രോഗമാണ്. ഫംഗസ് എന്ന് പറയുന്നത് വട്ടച്ചൊറിയാണ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസലാണ് അല്ലേ? ഇനി ക്ഷയം പരത്തുന്നത് ക്ഷയം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണ്. ആ ബാക്ടീരിയയാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. പിന്നെ മലമ്പനി ഒരു പ്രോട്ടോസോവ ഡിസീസാണ്. അത് പരത്തുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്നതാണ്. പ്ലാസ്മോഡിയം വൈവാക്സ്. എന്നാൽ ഗുരുതരമായ മലമ്പനിക്ക് കാരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ്. ഫാൽസിപാരം. തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു അതാണ് അയഡിൻ. അയഡിനാണ് തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു എന്ന് പറയുന്നത്. ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഉറക്കവും ഉണർവും മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പൈനിയൽ ഗ്രന്ഥിയാണ്. മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. ഈ പൈനിയൽ ഗ്രന്ഥി അറിയപ്പെടുന്നതാണ് ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ജൈവ ഘടികാരം. ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഓക്സിറ്റോസിൻ എന്തിനാണ്? പ്രസവം സുഗമമാക്കാനും മുലപ്പാല് ചുരത്താനും. തൈറോക്സിൻ എന്താണ് തൈറോക്സിൻ്റെ ധർമ്മം? അത് കുട്ടികളുടെ ശരീര വളർച്ച, ഊർജ്ജോൽപാദനം കൂട്ടുന്നതിനൊക്കെ തൈറോക്സിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഡ്രിനാലിൻ എന്തിനാണ്? അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് അഡ്രിനാലിൻ. അപ്പോൾ ഉറക്കവും ഉണർവും മെലാട്ടോണിൻ. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥ അതാണ് സിറോസിസ്. ഇതൊരു പുതിയ ക്വസ്റ്റ്യനാണ്, പഠിച്ചു വയ്ക്കുക. സിറോസിസ് കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടുണ്ടാകുന്നതാണ് സിറോസിസ്. ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ഏത് ദൗത്യമാണ്? ആർദ്രം ആണ്. സുസ്ഥിര വികസന ലക്ഷ്യം 2030 അതിൻ്റെ ഭാഗമായിട്ടാണ് ആർദ്രം ആരംഭിക്കുന്നത്. എന്നാണ് ആരംഭിച്ചിട്ടുള്ളത്? 2017 ഫെബ്രുവരിയിലാണ് ആർദ്രം ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രധാന ചില ലക്ഷ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനം, പിന്നെ PHC പബ്ലിക് ഹെൽത്ത് സെൻ്ററുകളിനെ FHC ആക്കുക, ഫാമിലി ഹെൽത്ത് സെൻ്റർ ആക്കുക. പിന്നെ ദുർബല വിഭാഗം അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർക്ക് സമഗ്രമായിട്ടുള്ള ആരോഗ്യ സേവനം കൊടുക്കുക. ആരോഗ്യ സേവനം ഇതൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ചിക്കൻ പോക്സ്
എന്ന പകർച്ചവ്യാധിയെ ഡാഷ് എന്നും വിളിക്കുന്നുണ്ട്. എന്താണ്? വേരിസെല്ലയാണ്. ചിക്കൻ പോക്സിൻ്റെ പകർച്ചവ്യാധിയാണ് വേരിസെല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷ്ണങ്ങളെയും ഡാഷ് എന്ന് വിളിക്കുന്നു. ടെഫ്രാണ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത PYQ സെഷനായിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ.